പേര് വരും എല്ലാം നടക്കുമോ? എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ ഒറ്റയുടെ നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടുവന്നത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ രണ്ട് പാത്രമായോ? രണ്ട് പാത്രമാണ് നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണ്. പിന്നെ കൊച്ചു വേറെ തല വേറെ രണ്ടില്ലെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. ആ നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യം ഇവര് വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു സുഖപ്രസവമാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാം സിസേറിയനാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ ഈ സിസേറിയനും ഓപ്പറേഷൻ ഒക്കെ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണ്. പിന്നെ ഉറുമ്പ് കടിക്കുന്ന വേദന ഉള്ളതാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞേ. അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോൾ ഒച്ചയും ബഹളവും കൂടെ ഉണ്ട്. അതെല്ലാം തിയേറ്ററുള്ളൂ. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ. നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ഞാൻ അങ്ങ് എരുമ വെച്ച് തരും. സിനിമ വെച്ചാലാണ് വിജയുടെ തെറി വെച്ച് തന്നെ. എണ്ണ വെച്ച് എന്താണെന്ന് അറിയാവോ? ആ പറഞ്ഞു ഉപ്പാണ് ഈ തൂട് പോലെ ഒരാൾ നിൽക്കുന്നില്ലേ? ഞാനാണ് മനോജ്. നെറ്റിയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് 2 കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. കാലിന്റെ കയ്യിൽ എടുത്ത് എന്താണ് കുഴപ്പം? അറിയാമല്ലോ. താൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡിയാക്കി തരണം. ആ വേണം, 2 കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ സൗകര്യം എളുപ്പം വരും. ഡോക്ടറെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഒരുപാട് കുട്ടികൾ പറഞ്ഞാൽ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മണ്ണുകുത്തി പഠിച്ചറിയില്ല. അറിയത്തില്ല. ഞാനതല്ല പറഞ്ഞത്. ബാക്കി റൗണ്ട്സിന് പോയാലോന്ന് ചോദിച്ചത്. റൗണ്ട്സിന് പോകാൻ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളേ ഉള്ളൂ. ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കാൻ എന്താണ് ഡോക്ടർ? ഇത് സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതു അഴുക്കും പൊടിയും മൊത്തം നാശമാണുള്ളത്. പിന്നെ എന്റെ ഡോക്ടർ കാര്യം മനസ്സിലാക്കും. ഒരാഴ്ച ഞാൻ എന്റെ ഭാര്യ കൂടെ വന്നിട്ട് ഇതിപ്പോ എത്ര ദിവസം ഉറക്കുളപ്പായി? ഒറ്റ ദിവസത്തെ ഉറക്കുളപ്പായിരുന്നു. നീ എത്ര ദിവസമായിട്ട് ഉറക്കുളക്കുന്നല്ലേ? നേരത്തെ ആലോചിക്കണ്ടേ മിസ്റ്റർ? എന്നെ ബാധിച്ചാൽ സിസ്റ്റർ, ഈ ആളുടെ ഭാര്യയ്ക്ക് ഒരു 5 സ്കാനിങ് കൂടെ എക്സ്ട്രാ വീക്ഷിക്കോ. നിന്നെ പഠിപ്പിക്കാൻ തരിക ഡോക്ടർ. ഞാനാകും ഒറ്റ. തനിക്ക് വേണേ വരണം. പണ്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. വേണം ഇങ്ങോട്ട് വരണം. എന്താ വന്നത്? ഡോക്ടറെ കാണാൻ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നുമല്ല. അതാണ് ചോദിച്ചത്. താൻ എന്നെ കാണാൻ വന്നാണ്. ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തക്കം വേണം. അതല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. 2 രൂപ കൊടുത്തപ്പോ അത് വേണം. ചുമ്മാ ചന്തയെ ചാടി പോകുന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് വേണം. എന്നെ തലയിലെന്ന ചിതൽപ്പിറ്റോ? അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ കൃഷ്ണൻ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കെയറിംഗില്ല. അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണ്. എന്നാ പറ്റിയെന്ന് പറ. തനിക്ക് ഷുഗർ തീരെയില്ല. ഷുഗർ 40 നോക്കട്ടെ. എടാ പൊട്ടക്കണ്ണ ഭ്രാന്ത. എന്ത് ഷുഗർ 40 നല്ല ഷുക്കൂർ. എന്റെ പേര് 40 വയസ്സൊന്നും. ഇപ്പൊ എന്നാ പ്രശ്നം? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. തലയ്ക്ക് പെരുപ്പ. ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. നല്ല പെരുപ്പുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ കരുതില്ല. ഡോക്ടർ പോയി ഛർദ്ദിച്ചു. അതല്ല, തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല. ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? ടീച്ചി എടുത്തായിരുന്നു. ടീച്ചി എടുക്കാൻ ഞാൻ എന്നെ പെരുമ്പാപ്പം. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ? അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോ എന്ന്. അലർജി എന്ന് പറഞ്ഞാ വൈകുന്നേരം 2 അടിച്ചില്ലെങ്കിൽ അലർജി ഉണ്ടോ? എനിക്കും ഉണ്ടോ? എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിന് ഈ പേന ദൈവമേ,
നീ പറഞ്ഞു ഈ മൂത്രത്തിൽ കല്ലുണ്ടോ? എന്താ? മൂത്രത്തിൽ കല്ലുണ്ടോ? ആ, മൂത്രത്തിൽ കല്ലുമുണ്ട്. ഉണ്ട്. എടാ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാനിതൊക്കെ കളയാൻ നോക്കും, അന്നേരം തിരിച്ചു വെക്കാൻ പോകും. ഇവിടെ ആ പറഞ്ഞു അങ്ങോട്ട് മാറിയില്ല. അങ്ങോട്ട് മാറി. എല്ലാ പരിപാടിയാ? വലിച്ചുവിട്, വലിച്ചുവിട്, ഏ? വലിച്ചുവിട്. ഉണ്ടോ? എന്തോന്ന്? നിങ്ങൾക്കുണ്ടോ? ടെലിസ്കോപ്പിന് അടിച്ചു കൊള്ളില്ല ഞാൻ പറഞ്ഞ. ചാക്ക് വലിച്ചുവിടാം. വലിച്ചുവിട്. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. താൻ ചത്തു. താൻ ചത്തു. അയ്യോ പ്ലീസ് ഒന്നുകൂടെ നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ട് അയ്യോ, എനിക്ക് വിശ്വാസമില്ല. താൻ വിശ്വസിക്കണം. സത്യമായിട്ട് താൻ വിശ്വസിക്കണം. എന്റെ വീട്ടിൽ ചെന്ന് പറയണ്ടേ? വേഗം പോയി പറഞ്ഞോളൂ താൻ മരിച്ചു. പ്ലീസ് ഒന്നുകൂടെ നോക്കണം. എന്ത് കഷ്ടമായത്. ശല്യപ്പെടുത്തരുത്. വലിച്ചോട്. എടാ പ്രാന്താ, ഇതൊക്കെ ചെടിയിൽ വെക്കോ. ഞാനിപ്പോ മരിച്ചു പോകുന്നു പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ശാപ്പിട്ട് മേടിച്ചോട്ടെ. സിസ്റ്റർ, 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 ഇവിടെ വരും, ഇവിടെ വരും. സിസ്റ്റർ ഇവിടെ വരും. ആ കൊള്ളാന സാധനം. എന്താ ഡോക്ടർ? ഈ അഹങ്കാരിയുടെ മുമ്പ് പച്ചയ്ക്ക് ശിക്ഷപ്പെടണം. പച്ചയ്ക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കയറിക്കോണം. അവൻ നിന്നെ മയക്കാൻ നോക്കി. കുറെ എണ്ണത്തിന് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം ഒപ്പിച്ച് വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത്? കല്യാണത്തിന് പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. അവസ്ഥം പറ്റിയല്ലേ? അയ്യോ അതല്ല, പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഓ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, ആ, താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഉവ്വ. ഏതായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ? പക്ഷെ ഡോക്ടർ, ആ, ഡോക്ടർ എനിക്ക് പുതിയ പേര് തരുന്ന പോലും അകത്ത് കിടക്കുന്ന എന്റെ പഴയ ഭാര്യയുണ്ട്. ആ. അവൾ അറിയും. ആ കരിമന്തി അറിഞ്ഞാൽ അവളെ ഗുണമാക്കും ഡോക്ടർ. വിളിക്കും ഡോക്ടർ. ഞാൻ ഇന്നുമാരും കണ്ടിട്ടില്ലാത്ത സുന്ദരിയായിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം ഡോക്ടർ. വിളിക്കും ഡോക്ടർ. തരും ഡോക്ടർ. പുതിയ ഭാര്യ തരും. ഞാൻ കൊണ്ടുപോകും ഡോക്ടർ. ഞാൻ പട്ടി വിളിച്ചിട്ട് വരട്ടെ ഡോക്ടർ. ധൃതി വെക്കാതെ പുതിയ ഭാര്യയായിട്ട് പോകാനിരിക്കുകയാണല്ലേ? അകത്ത് കിടക്കുന്നത് കരിമന്തി. അവൾ അറിയും. എടാ വേട്ട കളിയാ. എനിക്ക് പെണ്ണെത്തിച്ചേരാൻ ഞാൻ ഇവിടെ ബ്രോക്കറാണ്. അല്ല, അവൻ പുതിയ ഭാര്യ കൊണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. ഇങ്ങനെ എന്നെ ആശിപ്പിക്കരുത് ഡോക്ടർ. ഭയങ്കര ആശയായി പോയി. ഭയങ്കര ആശയായി. ഭയങ്കര ആശ. ഇനാവുകൾ കണ്ടു. മനോജ് എവിടെ? മനോജ്. Yes, മനോജ്. ആ, ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയ സിസ്റ്ററുകളിൽ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് എന്റെ അച്ഛനമ്മയാണ്. അല്ലാതെ ഡോക്ടർ സിസ്റ്ററുകൾ ചേർത്തല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേ. എടോ, ആ. തന്റെ കൊച്ചിന് പേരിടണമെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഡോക്ടർ പറഞ്ഞോ? വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞല്ലോ. കൊച്ചു കഴിച്ചു പോയല്ലോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ച് ശിവപ്രസാദ് എന്നൊക്കെ വന്ന് പറഞ്ഞല്ലോ. ഇവിടെ പൊട്ട സുഖപ്രസവമാണ്. സുഖപ്രസവം എന്നാണ് പറഞ്ഞത്. കുഞ്ഞിനെ കാണണോ തനിക്ക്? ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ പ്രാർത്ഥന എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടണേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടില്ല. ഹാപ്പി. എടോ, ഞാൻ വിചാരിച്ച പോലെ ആൺകുഞ്ഞല്ല. ഇതെന്റെ വിരല വീട്. എന്റെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഒരു പൊട്ടൻ അച്ഛന്റെ ഒന്നിൽ അതിനകത്ത് കയറി കിടക്കണമല്ലേ വെളിപ്പോ? വെളി പോകണോ? Excuse me. You take the seat.
എന്റെ പേര് ഗജേന്ദ്ര മന്നാടിയാണ്. ഗ്രേറ്റ്. 57 വയസ്സ്. അതെന്ത് കുഴപ്പമല്ലല്ലോ. IAS ഉദ്യോഗസ്ഥൻ. മാസം 5 ശമ്പളം. പൊങ്ങച്ചം പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതല്ല എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഡോക്ടറെ, പറയൂ. ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരുപാട് തിരക്ക് കാണും. ഒരുപാട് തിരക്ക്. ഈ തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലും. ചെല്ലുമ്പോ എന്റെ ഭാര്യ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇവിടെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്ത് അകത്തോട്ട് ബെഡ്റൂമിലേക്ക് പോയി കട്ടിലേക്ക് ഇരിക്കും. ആദ്യം മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവള് എന്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ ഇരിക്കും. തോളയിലോട്ടല്ല കൈ, അവളുടെ കൈ എന്റെ തോളയിലോട്ടല്ല കൊണ്ടുവെക്കും. കൈ വെച്ചിട്ട് അല്ല പറഞ്ഞോണ്ട് വരുന്ന സംഭവം വിശദമായി പറയൂ. വിശദമായി പറയൂ. ഇവരെ കാണിക്കാൻ ഞാൻ പറയാം. പക്ഷെ ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരോട് പറയും? ഇവിടെ ഒന്നും ആരുമില്ല. നീ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയുന്നു. തോളെ കൈ വെച്ചിട്ട് നീട്ടണ്ട. തോളെ കൈ വെച്ചിട്ട് എന്റെ കാതോട് ചേർന്നിരുന്നു എന്റെ പെണ്ണുമ്പോൾ എടുത്ത് പറയും. എന്ത് പറയും? ഇനി കിടന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് സ്നഗ്ഗിയാക്കി വെച്ചു തരുമെന്ന്. എനിക്ക് ഗജേന്ദ്രൻ മന്നാടിയ, IAS ഉദ്യോഗസ്ഥൻ, 5 ഡിജിറ്റ് സാലറി. ഇപ്പോഴും കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കല പരിപാടി. ഇവിടെ നാണമുണ്ടോ പോത്തെ കളിക്ക്? താണതുണ്ടോ? ഇവിടെ പുരുഷന്മാരെ മൊത്തം എനിക്കത് തന്നെപ്പോലെ ഒറ്റ ഒരുത്തം മതിയല്ലോ. ഇതൊന്നും വെളി പറയുന്നത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ, താനത് പെണ്ണുങ്ങളറിയണം, സ്ത്രീകൾ അറിയണം. പറയും ഞാൻ സ്ത്രീകൾ അറിയണം. തന്നെ പോലുള്ളവർ നാണം കെട്ടണം. സിസ്റ്റർ ഇവിടെ വരും. സിസ്റ്ററല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്? നിൽക്കുന്ന ഒരു മഹാൻ. എടാ പാടെ കിടന്നു ഇങ്ങോട്ട്.